ആർക്കിടെക്ചർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടോപ്പിക് നോക്കാം. ആർക്കിടെക്ചർ ഓഫ് ക്ലൗഡിൻ്റെ ആർക്കിടെക്ചറിനെ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ യൂസറിന് കാണാൻ പറ്റുന്ന പോർഷൻ, അതിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന പോർഷനെയാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. യൂസറിന് വിസിബിൾ ആയിട്ടുള്ള പാർട്ടിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. യൂസർ ക്ലൗഡുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർഫേസ് വേണം. നോർമലി വെബ് ബ്രൗസർ വച്ചിട്ടാണ് യൂസർ ക്ലൗഡ് പ്ലാറ്റ്ഫോമിനെ ആക്സസ് ചെയ്യുന്നത്. സോ ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന പോർഷനെയാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. പലതരം റിസോഴ്സ് വരാം. സ്റ്റോറേജ് വരാം, സെർവേഴ്സ് വരാം, സെക്യൂരിറ്റി മെക്കാനിസം വരാം. ഈ റിസോഴ്സിനെ എല്ലാം മാനേജ് ചെയ്യുന്നത് ബാക്ക് എൻഡിലാണ്. ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ക് എൻഡിലെ കമ്പോണൻറ്റ്സ് നോക്കാം. യൂസർ ഒരു സർവീസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കമ്പോണൻറ്റിലായിരിക്കും ആദ്യം ഇൻ്ററാക്റ്റ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ചോദിച്ച റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള സർവീസ് കൊടുക്കുന്നതും ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വഴിയായിരിക്കും. സെക്കൻഡ് വൺ, സർവീസ്. ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചറിൽ 3 സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഈ സർവീസ് എല്ലാം യൂസറിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നത് സർവീസ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, റൺ ടൈം ക്ലൗഡ്. റൺ ടൈം ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഡെവലപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഡെവലപ്പറിന് കോഡ് എഴുതാൻ അറിയാം, പക്ഷേ അതിനുള്ള ടൂൾസ് ഇല്ല, അതായത് എഡിറ്റർ ഇല്ല, റൺ ചെയ്യാനുള്ള റൺ ടൈം എൻവയോൺമെൻറ്റ് ഇല്ല. സോ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ റൺ ടൈം പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഒരു കമ്പോണൻ്റാണ് റൺ ടൈം ക്ലൗഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റോറേജ്. യൂസറിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻ്റാണ് സ്റ്റോറേജ് കമ്പോണൻറ്റ്. നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്സ് വരാം, ലൈക്ക് സെർവേഴ്സ്, സ്റ്റോറേജ്, നെറ്റ്വർക്ക് ഡിവൈസസ്, വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, എക്സെട്ര. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസിനെയും, അതായത് ആപ്ലിക്കേഷൻ, സർവീസ്, റൺ ടൈം ക്ലൗഡ്, സ്റ്റോറേജ്, ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂരിറ്റി മെക്കാനിസം എല്ലാം മാനേജ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് കമ്പോണൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, സെക്യൂരിറ്റി. മൾട്ടിപ്പിൾ യൂസേഴ്സ് പബ്ലിക്കായിട്ട് റിസോഴ്സ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് സെക്യൂരിറ്റി. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. താങ്ക് യു.